നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പുലി, ഫെങ്ഷുയിലെ മാസ്റ്ററാണ് ചിത്ര ഹാൻസൺ. അദ്ദേഹം നമ്മുടെ കൊരട്ടി ചിറങ്ങരയിലാണ് താമസിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ലോക മുഴുവൻ അറിയുന്ന ഒരാളാണ്. നമ്മൾ ചാലക്കുടിക്കാർ എത്രമാത്രം അദ്ദേഹത്തെ അറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഫെങ്ഷുയിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളതിൻ്റെ അപ്പുറത്ത് ഫെങ്ഷുയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്. അതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിത്ര. അതിൻ്റെ ഒരു സ്പിരിച്വൽ ലൈനിലേക്കാണ് കൂടുതലും ചിത്രയ്ക്ക് താല്പര്യം, അല്ലേ? നമ്മൾ സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാം, പക്ഷേ ചിത്ര നേരെ മറിച്ചാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചിത്രയെ നമ്മുടെ ചാലക്കുടി വാർത്തയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ എന്താണ് ഫെങ്ഷുയി എന്ന് ആദ്യം ചോദിക്കാം, അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയാം. ചിത്ര ഒന്ന് ഫെങ്ഷുയെ കുറിച്ചൊന്ന് പറയും. വിൻഡ് ആൻഡ് വാട്ടർ എന്നാണ് അതിന്റെ ലിറ്ററൽ ചൈനീസ് മീനിങ്. അപ്പം നമ്മുടെ ലൈഫിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ വരുത്തുക വഴി ധാരാളം ലൈഫിൽ ഹാപ്പിനെസ്, പ്രോസ്പെരിറ്റി, അബണ്ടൻസ്, വെൽത്ത് അങ്ങനെയുള്ള മാറ്റങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സയൻസാണ് ഫെങ്ഷുയി. അത് 5 എലമെന്റ്സ്, പഞ്ചഭൂതങ്ങളുടെ ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് പ്ലേസ്മെൻറ്റ്സ് അത് മറ്റുള്ളവർ നോക്കുമ്പം അത് മനസ്സിലാവുക തന്നെ ഇല്ല. നമ്മളത് ഫെങ്ഷുയി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു സട്ടിലായിട്ടുള്ള വേയിൽ നമ്മൾ ആ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് നമ്മൾ ഫെങ്ഷുയി അപ്ലൈ ചെയ്യാം. ഈ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിൽ എന്താ പറയുക, ഈശാൻ കോൺ, അങ്ങനെ പല പല കോണുകളാണ്. ആ കോണുകളിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ പൊതുവെ വീട് പൊളിച്ച് മാറ്റിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സജഷൻ നമുക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ മറിച്ചില്ല. അതെങ്ങനെ ചെയ്യും? ഫെങ്ഷുയിയിൽ നമുക്ക് പൊളിച്ചുപണികളില്ലാതെ തന്നെ വീടിൻ്റെ കറക്ഷൻസ് ആണ് ചെയ്യണം. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്വാൻസ് മെത്തേഡായ ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷുയി എന്ന ബേസിലാണ്. ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷുയി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീടിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കോമ്പസ് ഡിഗ്രി ഡയറക്ഷനും വീടിൻ്റെ പ്ലാനും അവിടെ താമസിക്കുന്നവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ബേസിലുള്ള കാൽക്കുലേഷൻസ് ആണ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ റൂമിലും അല്ലെങ്കിൽ വീടിൻ്റെ ഓരോ ഏരിയാസിലും എന്തൊക്കെയാണ് കോമ്പിനേഷൻസ് വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ അത് വെൽത്ത് ലക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന കോമ്പിനേഷൻ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് വെൽത്ത് ലോസ് ഉണ്ടാക്കുന്ന കോമ്പിനേഷൻ ആയിരിക്കും, ചിലപ്പോൾ ആക്സിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ആയിരിക്കാം. അത് ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നു എന്ന് ആസ്പദമാക്കി വീട്ടിൽ ആരെയൊക്കെയാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാനും നമുക്ക് കണ്ടുപിടിക്കാനും നമുക്ക് അവരും കൂടെ പ്രോബ്ലംസ് പറയാതെ തന്നെ നമുക്ക് അങ്ങനെ അവരുടെ പ്രോബ്ലംസ് ഒക്കെ പറയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ 5 എലമെന്റ്സിന്റെ ബേസിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഏരിയയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് കാണാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ച് റെഡ് കളറിലുള്ള ഒരു സോഫ സെറ്റോ അതല്ലെങ്കിൽ ഒരു കാർപ്പറ്റോ അല്ലെങ്കിൽ ഒരു കർട്ടനോ അല്ലെങ്കിൽ റെഡ് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ 2 വിൻഡ് ഷാംസ് ഹാങ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് വെക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ വീടുകളിൽ അക്വേറിയം വെക്കുമല്ലോ, അത് സാധാരണ എല്ലാവരും ലിവിംഗ് റൂമിൽ എവിടെയെങ്കിലും ഒരു ഏരിയയിൽ വെക്കും. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ അറിഞ്ഞിട്ട് വീടിൻ്റെ ഓരോ വീടിനും വെൽത്ത് ഏരിയ വ്യത്യാസമുണ്ടോ, ജനറലൈസ്ഡ് അല്ല ഇതൊന്നും. അപ്പോൾ ആ വീടിൻ്റെ വെൽത്ത് ഏരിയ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ ഈ അക്വേറിയം കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്സ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. പിന്നെ അതുമാതിരി തന്നെ ചില മിക്ക ഷോപ്പുകളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു സാധനം ചെറിയൊരു ലക്കി ബാമ്പ്. അതുമാതിരി തന്നെ ഒരു കുബേര, അല്ലേ? അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ കറക്റ്റ് സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഏറ്റവും മൈനർ ഘടകങ്ങളാണ്. ഫെങ്ഷുയി ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഫെങ്ഷുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കി ബാമ്പും ലാഫിംഗ് ബുദ്ധിയും അല്ലെങ്കിൽ ഒരു തവള അങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ ഫെങ്ഷുയിയിൽ 10,000-3000 അല്ല, അനേകായിരം പ്രോഡക്ട്സ് ഉണ്ട്. അതതിൻ്റെ ബേസിക് ഫെങ്ഷുയിയുടെ ഭാഗമാണ്. അത് നമ്മൾ ചെറിയതായിട്ടൊരു എനർജി ഡിഫറൻസ് അതിരിക്കുന്ന ലൊക്കേഷനിൽ ഉണ്ടാക്കും എന്നല്ലാതെ മേജറായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് അതുകൊണ്ട് ഉണ്ടാവില്ല. മേജറായിട്ട് ചേഞ്ചസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു കറക്ഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും. ചിലർക്ക് വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പഠിച്ചു അങ്ങനെയൊക്കെയാണ് ചിലർ പലരും ഈ ബാമ്പു വെക്കുന്നത്. വടക്ക് കിഴക്ക് ബേസിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അത് വുഡിന്റെ ഏരിയ ആണ്. സോറി, തെക്ക് കിഴക്ക് ഭാഗം, തെക്ക് കിഴക്ക് അഗ്നികോണിലാണ് ഇവിടെ വുഡ് എലമെന്റ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ പ്ലാന്റ്സ് വെക്കുമ്പോൾ വെൽത്തിനെയാണ് അത് എൻഹാൻസ് ചെയ്യുക. വെൽത്ത് ഏരിയ ആയിട്ടാണ് നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏരിയ കണക്കാക്കുന്നത്. വടക്ക് വശമാണ് കരിയറിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ വടക്ക് വശത്താണ് നമ്മൾ അക്വേറിയം അല്ലെങ്കിൽ മൂവിങ് വാട്ടർ ഫൗണ്ടൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. പല വീട്ടിൽ കടന്നു വരുന്നിടത്ത് തന്നെ
അക്വേറിയം ഉണ്ടായിരുന്നു. അത് നല്ലതായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. അതും ഈ പറഞ്ഞ ഓരോ വീടിനും. പക്ഷെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മൂവിങ് വാട്ടർ ഫീച്ചർ ഉണ്ടെങ്കിൽ അവിടെ വെൽത്തിലൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ ഷോപ്പിംഗ് മോൾസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ, എസ്പെഷ്യലി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ എല്ലാ മോൾസിൻ്റെ ഫ്രണ്ടിലും വാട്ടർ ഫീച്ചർ വെക്കുന്നത്. അത് വെറുതെ കാണാൻ ഭംഗിക്ക് വെക്കണമല്ല, വെള്ളത്തിലൊക്കെ വരാൻ വേണ്ടി തന്നെ വെക്കുന്നത്. അതിനാണ് ഈ വെള്ളം ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരുന്നത്. ഫൗണ്ടൻസ് മൂവിങ് വാട്ടർ തന്നെ വേണമെന്നുണ്ട്, സ്റ്റിൽ വാട്ടർ വെച്ച കാര്യമില്ല. ഇതൊരു ചൈനീസ് ഇതല്ലേ? ചൈനീസ് ഒറിജിനേറ്റഡ് സയൻസ് ആണ്. ഒരു 3000-4000 ഇയേഴ്സ് ബാക്ക് ചൈനയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു സയൻസ് ആണ്. പക്ഷെ ഇപ്പം അത് ലോകം മുഴുവനും എല്ലാ കൺട്രീസിലും ഒരേപോലെ. ഇതിലേക്ക് വരാനുള്ള കാരണം എങ്ങനെയായിരുന്നു? ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇവിടെ അക്വേറിയം കുറച്ച് ലാർജ് സ്കെയിലിൽ ഉണ്ടായിരുന്നു. അന്ന് നഴ്സറിയുടെ കൂടെ തന്നെ അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു സപ്ലയേഴ്സ് അവിടെ നിന്ന് നമുക്ക് തന്നതാണ്. അവർ എന്താണെന്ന് പറഞ്ഞില്ല, ഈ ഒരു ഫിഷിനെ വിൽക്കണ്ടായത് വീട്ടിലിട്ടോ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ അത് നമുക്കും അറിയില്ല എന്താണെന്ന്. അത് വീട്ടിലിട്ടോളം പറഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ ആ ഫിഷിനെ ഇട്ടു. അതിട്ടിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം അപ്പ ആർട്ടിസ്റ്റാണ്, അമ്മ രണ്ടുപേരും വേറെ വേറെ ജോലി ചെയ്യുന്നവരുമായിരുന്നു. അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് വേറെ ബിസിനസ്സും ചെയ്യണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെയും ബിസിനസ് പെട്ടെന്ന് ഫ്ലറിഷ്ഡായി. നമുക്ക് വിസിബിൾ ആയിട്ട് ചേഞ്ചസ് കാണാൻ പറ്റും. പക്ഷേ സെയിൽസ് ഇമ്പ്രൂവ് ആയി, പെട്ടെന്ന് നല്ല ചേഞ്ച്. അപ്പോൾ ഇത് എന്തോ ഒരു ഡിഫറൻസ് നമുക്ക് നോട്ട് ചെയ്തു. അപ്പോൾ ഇവരുടെ അടുത്ത് ആ സമയത്ത് തന്നെ ബോംബെ ബേസ്ഡ് ആയിട്ട് ഒരു സാറ് എറണാകുളത്ത് ഇതിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ടായിരുന്നു, ഫംഗ്ഷയുടെ ക്ലാസ് കൊടുക്കും. ഞങ്ങൾ ചുമ്മാ എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ പോയി അറ്റൻഡ് ചെയ്തു. ബേസിക് അറ്റൻഡ് ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി, അതിൻ്റെ അഡ്വാൻസ് അറ്റൻഡ് ചെയ്തു. ആ സമയത്താണ് ഇതുമൊക്കെ കൂടെ കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇവരുടെ ചോദിച്ചപ്പോൾ അരോണ എന്ന് പറഞ്ഞൊരു ഫിഷാണ്. ആ ഫിഷിനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഉണ്ടാവും. അത് സിംഗപ്പൂരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിഷാണ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഇതിൻ്റെ കാൽക്കുലേഷൻ വീടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആ ഫിഷ് ഇടേണ്ട ഒരു ലൊക്കേഷൻ ഉണ്ട്. 6-1 എന്ന സ്റ്റാർ കോമ്പിനേഷനിലാണ് ആ ഫിഷ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവണം. കറക്റ്റ് ഈ വീട്ടിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു താനും. ആ കറക്റ്റ് ലൊക്കേഷനിലാണ് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതിനോടൊരു ക്രേസ് തോന്നി. പിന്നെ മലേഷ്യയിൽ പോയി ഇതിൻ്റെ എല്ലാ ലെവൽസും കംപ്ലീറ്റ് ചെയ്തു. അവിടെയാണ് പഠിച്ചത്. നമ്മളൊരു 5 പ്രാവശ്യം അവിടെ പോയി അതിൻ്റെ കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ കോഴ്സ് കഴിഞ്ഞും നമുക്ക് എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിന് അപ്പിയർ ചെയ്യാം. മാക്സിമം ലെവലിലെത്തിയപ്പോൾ മാക്സിമം കഴിഞ്ഞിട്ട് കുറേ വർഷം. എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ ചെയ്തത്? ഓൾമോസ്റ്റ് ഒരു 20 years ആയി. പിന്നെ ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ ചിത്രം വരയ്ക്കുന്ന ചിത്രങ്ങളുണ്ടെന്നാണ് വരയ്ക്കുന്നതും ഉണ്ട്. ഫാദർ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഇവിടെ സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ റെഗുലറായിട്ട് വീടുകളിലേക്കും പള്ളികളിലേക്കും ഒക്കെ. വേറെ ഈ ഡ്രോയിങ്സ് അല്ലാണ്ട് പിന്നെ ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? മറ്റേ ഐഡൽ മറ്റേതൊക്കെ ചെയ്യുന്നില്ല? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇതില്ല. സ്കൾപ്ചർ ഇല്ല. പിന്നെയുള്ളത് ഗാർഡനിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നചിത്ര എന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഇന്റീരിയർ ഡിസൈനറാണ്. എല്ലാവരും ഈ ഒരു മേഖലയിൽ തന്നെ. ഹാൻസൺ എന്ന പേരിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഹാൻസം കൂടെയൊക്കെ ഹാൻസം ആള് കൂടെ ഇല്ലല്ലോ? ഇല്ല, 2 മക്കളല്ലേ? അപ്പം ഇനി നമുക്ക് എന്തൊക്കെ കൂടുതൽ ഫെങ്ഷുവിൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പറയാം? ഫെങ്ഷുയിൽ നമുക്ക് ജനറലി ശ്രദ്ധിക്കാൻ എന്ന് പറയാം, നമ്മൾ വീടിൻ്റെ ഇപ്പം ബേസിക് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞല്ലോ. ബേസിക് ഫംഗ്ഷൻ എല്ലാവർക്കും സംശയമുള്ളതാണ് ഈ മണി പ്ലാന്റ്സ് വീടിനകത്ത് എവിടെ വയ്ക്കാം, അല്ലെങ്കിൽ അക്വേറിയം എവിടെ വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വെൽത്ത് ഏരിയ ഉണ്ട് ഓരോ വീടിനും. അവിടെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ലൊക്കേഷനിൽ ബേസിക് ഫംഗ്ഷൻസ് വെച്ച് വെച്ചാലും നമുക്ക് ദോഷമൊന്നും വരാതെ അതിൻ്റെ ഗുഡ് റിസൾട്ട്സ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള 2 ലൊക്കേഷൻസ് ആണ്, ഒന്ന് വടക്ക് വശത്തും ഒന്ന് കിഴക്ക് ഭാഗവും. വടക്ക് വശത്ത് നമ്മൾ അവിടെ വയ്ക്കാം. വടക്ക് വശത്ത് പ്ലാന്റ്സ് അല്ല, വാട്ടർ വെള്ളം. തെക്ക് വശത്താണെങ്കിൽ നമ്മൾ ഇതാണ് ഫയറാണ് വരേണ്ടത്. ലൈറ്റ് റെഡ് ലൈറ്റ്സ് ആവാം. അതല്ലെങ്കിൽ കുതിരകളുടെ ചിത്രം അല്ലെങ്കിൽ സ്റ്റാച്ചു അങ്ങനെയൊക്കെ തെക്ക് വശത്ത് വയ്ക്കുമ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയറിൽ പ്രോസ്പെരിറ്റി, നിങ്ങളുടെ പ്രൊഫഷനൊക്കെ നല്ലതാണ്. ഫെയിം റെക്കഗ്നിഷൻ, പ്രശസ്തി. നമ്മുടെ ബെഡ്റൂമിന് ചെയ്യാം, അതല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ തെക്ക് ഭിത്തിയുടെ മധ്യത്തിലായിട്ട് കുതിരകൾ ഓടുന്ന ചിത്രം വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ പല ഓഫീസുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഇരിക്കുന്ന മാനേജേഴ്സ് അല്ലെങ്കിൽ അതിന്റെ MD ഇരിക്കുന്നതിന്റെ നേരെ ബാക്കിൽ കുറെ കുതിരകൾ. ആ കുതിരകളുടെ എണ്ണം പറയുന്നുണ്ട് 8 ഹോഴ്സസ്.
8 houses. ഇപ്പോൾ ഇത് പീരിയഡ് 8 ആണ്. 2004 മുതൽ 2024 വരെ പീരിയഡ് 8 ആണ്. അപ്പോൾ 8 എന്നുള്ള നമ്പറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത 20 years പീരിയഡ് 9 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും ഇപ്പോൾ വണ്ടികളുടെ നമ്പർ ആണെങ്കിലും ഫോൺ നമ്പേഴ്സ് ഒക്കെ എൻഡിങ് എല്ലാം 88888 ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ആവുമ്പോൾ 9 ആയിരിക്കും ഇമ്പോർട്ടൻസ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഇനി അടുത്ത നമ്പർ കിട്ടാണ്ട് പോകും. 8 നല്ലതാണ്. 8 ഇപ്പൊ നല്ലതാ, പക്ഷെ ഇപ്പൊ 9നെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. അങ്ങനെ നമ്പേഴ്സിലും എല്ലാത്തിനും ഇമ്പോർട്ടൻസ്. ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരും, സിനിമക്കാര്, അങ്ങനെ മറ്റേ പൊളിറ്റീഷ്യൻസ്. ഐ ആം നോട്ട് സപ്പോസ് ടു റിവീൽ ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തവരാണ്. അടുത്തൊരു ചോദ്യമുള്ളേ, നമ്മള് പല ഫാമിലീസിലും ചെറിയ ചെറിയ ഇഷ്യൂസ്, വഴക്ക്, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ വഴക്ക്, അതിനൊക്കെ എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടായിരിക്കില്ല അതിനുള്ളിൽ? ഇത് ചില റൂംസിൽ നമുക്ക് സ്ട്രെസ് ആൻഡ് ടെൻഷൻ കോമ്പിനേഷൻ വരുന്നത് കൊണ്ടും ചിലപ്പോൾ വരാം. അപ്പം അത് ഏതൊക്കെ റൂമിലാണെന്ന് നമുക്ക് നേരത്തെ കൂടി ചിലപ്പോൾ അറിയാൻ പറ്റുന്നതല്ല, പക്ഷെ എന്നാലും ഒരു ജനറൽ റെമഡി പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ. അപ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോഴാണ് ചിലപ്പോൾ വഴക്ക് കൂടുന്നതെന്നുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പം അവർക്കത് നോട്ട് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു റെഡ് ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്സ് റെഡ് ആക്കാം. ഫയർ എലമെന്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നമ്പർ 3 കോറൽസും സ്റ്റാറും സെപ്പറേറ്റ് ആവും. അതുപോലെ റെഡ് ക്യാൻഡിൽസ് കത്തിച്ച് വെക്കണം നല്ലതാണ്. അതുപോലെ ഇതിനൊരു ഒറ്റ ഷോർട്ട് റെമഡി ഉണ്ട്. അമെത്തിസ് എന്ന് പറഞ്ഞൊരു സ്റ്റോൺ ഉണ്ട്, വയലറ്റ് കളറിലുള്ളൊരു കലാൻ കാണിച്ചു. അത് നമ്മൾ വൈഫ് കിടക്കുന്ന ഭാഗത്ത് കട്ടിലിന്റെ ലെഗ് പോസ്റ്റിൽ കെട്ടി വെക്കും. അറിയാണ്ട് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, പക്ഷെ എപ്പോഴും നമുക്ക് 100% റിസൾട്ട് ഉള്ള ഒരു സാധനമാണ്. വെച്ച് കഴിഞ്ഞാൽ ടക്കെന്ന് സംഭവം നിൽക്കും. പിന്നെ ഒരു 5 minutesനുള്ളിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് 5 minutesനുള്ളിൽ സോർട്ട് ഔട്ട് ആവും. നമ്മൾ ഡിവോഴ്സ് കേസിലൊക്കെ നിൽക്കുന്നവർ ലാസ്റ്റ് ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 സ്ഥലത്താണെങ്കിൽ പോലും നമുക്കത് യൂസ് ചെയ്ത എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി കിട്ടും. അങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് വൈസ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളാണ്. വളരെ നല്ല കാര്യമാണ്. പിന്നെ അതുമാതിരി തന്നെ കുട്ടികളുടെ പഠിപ്പിന്, കുട്ടികളുടെ പഠിപ്പെന്ന് പറയുമ്പോൾ അവർ പഠിക്കാനിരിക്കുന്ന റൂമിൽ ക്രിസ്റ്റലിൻ്റെ ബോൾസ് വാങ്ങും. പക്ഷേ ക്രിസ്റ്റൽ ബോൾസ് അതിൽ നമ്മുടെ തന്നെ മൺപൂജ, വീട്ടിൽ മണ്ണിൻ്റെ പൂജകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മണ്ണോ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്തിട്ട് അവർ പഠിക്കാനിരിക്കുന്ന റൂമിൻ്റെ വടക്ക് കിഴക്ക് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ പഠിക്കാനിരിക്കുന്ന ടേബിൾ എഡ്യൂക്കേഷണൽ ടവർ സ്റ്റാച്ചു ഉണ്ട്, അത് വെക്കണം നല്ലതാണ്. ചില ബുദ്ധ വിഘ്നേശ്വരൻ ബുദ്ധ സ്റ്റാച്ചു ജനറലി നല്ലത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത്, ലിവിംഗ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ്. ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ആണെങ്കിലും വിഘ്നേശ്വരൻ്റെ ആണെങ്കിലും ഓക്കെ ശിവന്റെ ആണെങ്കിലും നമുക്ക് വടക്ക് പടിഞ്ഞാറ് പാട്രിയാർക്കിൻ്റെ ഏരിയ, ഹെൽപ്ഫുൾ ഫ്രണ്ട്സിലൊക്കെ ഏരിയ. അപ്പോൾ അവിടെ ഇങ്ങനെ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗോഡ് സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ ഗൃഹനാഥനും ഉയർച്ചയുണ്ടാവും. അതുപോലെ നമുക്ക് സഹായ മനസ്കരായിട്ടുള്ള കുറേ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. വടക്ക് പടിഞ്ഞാറ്, ലിവിംഗ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ്. ഓക്കെ. പിന്നെ തന്നെ നമ്മളെ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കരിയറും വെൽത്തും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഇൻകം ഫ്ലോ, സ്ഥിര വരുമാനം കൂടുക, അത് വടക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ജനറലി പറയുമ്പോൾ. അതിനാണ് നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിലും ഓഫീസ് റൂമിൻ്റെ വടക്ക് ഭിത്തിയുടെ മധ്യത്തിലായിട്ട് ചെറിയ വാട്ടർ റീസൈക്ലിംഗ് ഫൗണ്ടൻസ് വെക്കുന്നത് ഇൻകം കൂടും. അവിടെ എവിടെയെങ്കിലും നമ്മൾ ഈ ബാമ്പു വെച്ച് അവിടെ വെക്കേണ്ടത് തെക്ക് കിഴക്കാണ്. ഓഫീസിലേക്ക് തെക്ക് കിഴക്ക് കോർണറിൽ അത് നമ്മൾ ശരിക്കും എപ്പോഴും ഓഫീസായിട്ട് ഉപയോഗിക്കുന്നിടത്ത് വെച്ച് അല്ല വെക്കാം. അല്ല, ആ ഒരു ചെറിയ ഏരിയ ഒരു ഓഫീസ് റൂം ആണെങ്കിൽ ഓഫീസ് റൂമിന്റെ തെക്ക് കിഴക്ക് കോർണറിൽ വെക്കാം, അല്ലെങ്കിൽ ടേബിളിന്റെ തെക്ക് കിഴക്കും വെക്കാം. വർക്ക് ചെയ്യാനിരിക്കുന്ന ടേബിളിന്റെ ഓഫീസ് ടേബിളിന്റെ തെക്ക് കിഴക്കും വെച്ചാൽ. അപ്പോൾ ഇതും വടക്കേ ഭാഗത്തായിട്ട് ടേബിളിലും ഈ വാട്ടർ റീസൈക്ലിംഗ് ചെറിയൊരു ഫൗണ്ടൻ വെച്ചാലും ഇൻകം കൂടും. അതുപോലെ പ്ലാന്റ്സ് തെക്ക് കിഴക്ക് വെക്കുമ്പോൾ വെൽത്തിലൊക്കെ കൂടും. ഈ പ്ലാൻ ആ ബഞ്ച് ഓഫ് ഒരു ഇതില്ലേ, അത് വേണം. അത് വേണം, ഒരെണ്ണം പോരാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ ഒരു സ്പേസിന് പ്രപ്പോർഷനായിട്ടാണ് വേണം ചെയ്യാം. അപ്പോൾ വലിയൊരു റൂമാണെങ്കിൽ അവിടെ കൊണ്ടേ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റൊന്നും തോന്നില്ല. അത് ആ ജനറൽ എനർജിയുടെ കൂടെ പോകും. അപ്പം
കുറച്ചധികം പ്ലാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വിസിബിൾ ഒരു റിസൾട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അവർ ഇരിക്കുന്ന ചില പൊസിഷൻസ് ഉണ്ടല്ലോ, ഇരിക്കുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും ഡോറിന് അഭിമുഖമായിട്ട് ഇരിക്കണം. ജനറലി ഡോർ ബാക്ക് സൈഡിൽ വരുന്ന പോലെ ഇരിക്കുന്നത് അതൊരു ബാഡ് ലക്ക് ലൊക്കേഷനാണ്. എപ്പോഴും നമ്മൾ ഡോറിന് അഭിമുഖമായിട്ട് ഫേസ് ചെയ്തിട്ട് ആ കയറി വരുന്ന ആളെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു സോളിഡ് വാളുമാണ്. അപ്പോഴാണ് നമുക്ക് ജനൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു തിക്കേർട്ടിന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മൗണ്ടൻ്റെ പിക്ചർ വെക്കും തൽക്കാലത്തേക്ക് ഒരു റെമഡി ആയിട്ട്. അതുപോലെ വോളാണെങ്കിൽ പോലും ആ വോളിലൊരു സോളിഡ് ആയിട്ടുള്ള മൗണ്ടൻ പിക്ചർ വെച്ചാലും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏത് ഫേമിനെ, അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഫേമിന് വേണ്ടിയാണെങ്കിൽ ആ ഫേമിൻ്റെ ലോഗോ സിമ്പിളോ എന്തെങ്കിലും ബാക്കിൽ വെച്ചാലും എപ്പോഴും ആ ഒരു ഫേമിൻ്റെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു മൾട്ടിനാഷണൽ ബാങ്കിന് വേണ്ടിയാണ് വർക്ക് ചെയ്യണമൊക്കെ, അപ്പോൾ മൗണ്ടൻ പിക്ചറിൻ്റെ കൂടെ ആ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു പിക്ചർ കൂടെ വയ്ക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രൊമോഷനും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മളെ ഇങ്ങനെ പലരും പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട്സ് കാണാറുള്ളൊരു സംഭവം ആണല്ലേ. പിന്നെ ഇതിനൊക്കെ പുറത്ത് ഒരു സ്പിരിച്വൽ ലൈൻ ഉണ്ടല്ലോ, അതിനെ പറ്റി സോളുമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം എനിക്കറിയാം. എനിക്ക് മാത്രമാണോ അറിയാറില്ല, അത് അധികം പേർക്ക് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അത് പാഷനാണ്, ഇത് പ്രൊഫഷനാണ്, രണ്ടും രണ്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ള അത് സ്പിരിച്വാലിറ്റിയിലേക്ക് ഇങ്ങനെ മനഃപൂർവ്വം അതിലേക്ക് വരണം എന്ന് വെച്ചിട്ട് വന്നതല്ല, കറങ്ങി തിരിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ഇങ്ങനെ ഇപ്പോൾ അതിങ്ങനെ ഒരു നല്ലൊരു ഗ്രൂപ്പാണ്. പക്ഷെ എല്ലാവരും കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്ന ഒരു നല്ല ഹെൽത്തി ഒരു ഗ്രൂപ്പാണ്. മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബേസിക്കലി നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ് എല്ലാവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഓട്ടം ബഹളം എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആർ യു ഹാപ്പി വിത്ത് യുവർ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽ ബി ലൈക്ക് എന്തോ ഒരു മിസ്സിങ് നമുക്കൊരു കംപ്ലീറ്റ് ഹാപ്പിനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു 90% ഓഫ് ദ ഹ്യൂമാനിറ്റി വോണ്ട് ബി ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ അതിനൊരു റെമഡിയാണ്, അതിനൊരു സൊല്യൂഷനാണ് നമ്മളിലേക്ക് തന്നെ തിരിയുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പലരും പലരെ ചീറ്റ് ചെയ്യുന്നു, സഹായിക്കുന്നു, ചീറ്റ് ചെയ്യുന്നു, അതിനൊക്കെ പറ്റി നമ്മൾ പറഞ്ഞത് നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ പണ്ട് കഴിഞ്ഞ ജന്മത്തിലോ മറ്റു ചെയ്തു കൂട്ടിയതിൻ്റെ ഒരു നമ്മളെപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം, ഞാൻ അയാൾക്ക് ഒന്നും ഒരു തെറ്റും അയാൾ ചെയ്തിട്ടില്ല, പക്ഷെ അയാൾ വന്ന് എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ബാക്കിൽ നമ്മളറിയാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ് വേറെ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഡയമെൻഷനിൽ നമ്മൾ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. 100% അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അവരെ ഫൊഗീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്ലസ് പോയിന്റ്. ഈ ഫൊഗീവ് ചെയ്തില്ലെങ്കിൽ അതൊരു കരടായിട്ട് ഇങ്ങനെ ഉള്ളിൽ കിടക്കും. അത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ബ്ലോക്കായിട്ട് വരികയും ചെയ്യും. കരിയർ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക ആ സ്മൂത്ത് ഫ്ലോവിനെ ഇത് ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാനും നേരെ പറിച്ചാട്ടോ, ഞാൻ ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്ത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും ഞാൻ കാണുന്നത് നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു സന്തോഷം ഉണ്ടല്ലോ, നമ്മുടെ സന്തോഷം അതാണ്, നമ്മുടെ സന്തോഷം അതാണ്. എങ്ങനെയാണെങ്കിലും നമുക്ക് അവരോട് ഗ്രഡ്ജ് ഇല്ലാതിരുന്നാൽ മതി, അത്രേ നമ്മൾ ഉദ്ദേശിക്കണം. ആ ഗ്രഡ്ജിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നമ്മുടെ മൈൻഡ് ക്ലീൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഒരു ഫെങ് ഷൂയി ബേസ് ചെയ്ത് നല്ലൊരു മെസ്സേജ് കൊടുക്കും. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം, ഒരു നെഗറ്റീവ് തോട്ട്സ് പരമാവധി പോകണം. അപ്പം ഹാപ്പി ആയാൽ തന്നെ ഒരുവിധ പ്രശ്നങ്ങൾ സോൾവ് ആവുമെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പം നെഗറ്റീവ് തോട്ട്സ് കളയാനും ഒരു പോസിറ്റീവ് മൈൻഡ് കൊണ്ടുവരാനുള്ളൊരു ശരിക്കും ബേസിക്കായിട്ട് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യം സെൽഫ് ലവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ജനറലി എല്ലാവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് ഒട്ടും ബോധവടല്ല. നമ്മളെപ്പോഴും ഐദർ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒരു ഹാപ്പിനെസ് അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുക. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം എല്ലാ ദിവസവും മാറ്റി വയ്ക്കുവാണെങ്കിൽ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. എങ്ങനെ നമ്മൾ മാറ്റി വെക്കണം? നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും.
എന്നുവെച്ചാൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ഇതുവരെ ചിന്തിച്ച് നോക്കിയിട്ടില്ല. എൻ്റെ സന്തോഷത്തിന് എനിക്ക് എന്താ ചെയ്യാനുള്ളതെന്ന്. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഒരു സെൽഫ് ഡ്രൈവ് പോകുന്നതായിരിക്കാം. അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു പുതിയ എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കവിത എഴുതുന്നതായിരിക്കാം. അങ്ങനെ നമുക്ക് സുഖം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ തഴഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ ചെയ്തിരുന്നു, പിന്നെ അതെപ്പോഴോ കൈവിട്ട് പോയി. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു 1 hour ഞാൻ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കും. ചിലപ്പോൾ അത് മെഡിറ്റേഷൻ ആകാം, എന്തും ആയിക്കോട്ടെ. അങ്ങനെ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറൊരാൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വേണ്ട എനിക്ക് സന്തോഷിക്കാം. എൻ്റെ ഹാപ്പിനെസ് എൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും. ശക്തിമാനാവുന്നില്ലേ? എല്ലാവർക്കും ഉണ്ട് ആ ഒരു ലോൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവരുടെ പവർ ടൈം. സാധാരണ എല്ലാവരും വിചാരം എന്താ, ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര വിഷമം ആണ്. എല്ലാവർക്കും എല്ലാവരുടെ കൂടെ നടക്കണം. അവരില്ലെങ്കിലോ അപ്പം എന്ത് ചെയ്യും? അതാണ് ഇപ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ വന്നു, കുറേ റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പോൾ പണ്ട് ഗ്യാദർ ചെയ്തുകൊണ്ടിരുന്നവർ പലരും അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ശരിക്കും ഇറ്റ് ഇസ് ഫാർ ടൈം. നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം പറ്റും. എന്തായാലും പറ്റാണ്ടൊരു വഴിയില്ലല്ലോ. അപ്പോൾ ശരിക്കും അത് ചിന്തിച്ച് എല്ലാവരും സെൽഫ് ഹാപ്പിനെസ്, സെൽഫ് റിലയൻറ്റ് ആവേണ്ട കാലം അതിക്രമിച്ചു. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് നമുക്ക് ചിത്ര തന്നിട്ടുള്ളത്. ചിത്രയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നമുക്ക് എന്താണ് ഫെങ് ഷൂയി എന്നുള്ള ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ നേരിട്ട് വന്ന് ചിത്രയെ കാണാം. ഞങ്ങൾ നമ്പർ ഇതിൽ കൊടുക്കാം. ചിത്രയുടെ കൊടുക്കണമില്ലല്ലോ? ഇല്ല, നമ്മൾ ചിത്രയായിട്ട് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഇത്ര നേരം ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.